അപ്പോൾ രാവിലെ തന്നെ ഒരു വീഡിയോ തുടങ്ങുക. വലിയ വീഡിയോ ഒന്നും പറയാനില്ല, കുറച്ച് പാചകവും കുറേ വാചകങ്ങളും. പാചകം അടിക്കാൻ പിന്നെ നമുക്ക് വേറെ വലിയ പാടൊന്നും അല്ല, ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ. പിന്നെ ഈ വീഡിയോയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് ഫുഡ് ഉണ്ടാക്കി വെച്ചാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളോർക്ക് എന്തിനാ ഞങ്ങൾ ഈ നാട്ടുകാർ ഫുഡ് ഉണ്ടാക്കി വെച്ചാണ് കാണിക്കണതെന്ന്. വേറെ ഒന്നും കണ്ടൻറ്റ് കിട്ടിയില്ല മക്കളെ, അതുകൊണ്ട് ഇതങ്ങ് കിട്ടുന്നേ ഉള്ളൂ. പിന്നെ ഓഫ് കിട്ടിക്കഴിയുമ്പോൾ വേറെ എങ്ങും പോകാനില്ലെങ്കിൽ എൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക. അതല്ലേ രുചിയുള്ള ആഹാരം കഴിക്കുമല്ലേ നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടം. എനിക്കിഷ്ടം അതാണ്. രാവിലെ എണീറ്റ് ഞാൻ ദോശ ചുടാനുള്ള, വെറും ദോശയല്ല കേട്ടോ, മസാല ദോശയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ളൊരു മസാല ദോശ. എന്നാലും നമുക്കിങ്ങനെ നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഇഷ്ടപ്പെട്ടുള്ള ആഹാരം നമ്മളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഒരു രസമല്ലേ. എനിക്കിഷ്ടമായിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കണേ. അപ്പോൾ ഞാൻ മസാല ദോശയൊക്കെ ചുട്ടിച്ച് നെയ്യൊക്കെ ഒഴിച്ച്, പിന്നെ അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ വെച്ച്, കിഴങ്ങും അതും ഇതുമൊക്കെ വെച്ച് ഒരു മസാല ദോശ എന്ന് പറയാം. പക്ഷെ പുറത്തുനിന്നൊക്കെ കഴിക്കണ മസാല ദോശയ്ക്ക് എന്താല്ലേ ടേസ്റ്റ്. മസാല ദോശയുടെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്കറിയത്തില്ല, ഈ ഗർഭിണി ആയിരിക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നുന്ന ഒരാഹാരമല്ലേ മസാല ദോശ. അതങ്ങനെ പാരമ്പര്യമായിട്ട് നിലനിന്നുകൊണ്ട് പോകുന്ന ഒരു കാര്യമായതുകൊണ്ടാണോ എന്നറിയത്തില്ല, എല്ലാവർക്കും ആ കൊതി വരും. എനിക്കും കൊതി ഉണ്ടായിരുന്നു. കൊതി വന്നതാണോ അതോ ഞാൻ കൊതി വരുത്തിയതാണോ എന്ന് അറിയത്തില്ല. കാരണം മസാല ദോശ കഴിക്കണമല്ലോ ഗർഭിണി ആയി കഴിയുമ്പോൾ. അങ്ങനെ ഞാനും മസാല ദോശ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മസാല ദോശ ഇവിടെ ആമിക്കുട്ടിക്കും അച്ചുക്കുട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്, എൻ്റെ ഈ പൊട്ട മസാല ദോശ കേട്ടോ. അങ്ങനെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ കൊടുത്ത്, വെള്ളിയാഴ്ച ഓഫുള്ള ദിവസം, ഇത് ഇന്നലെ എടുത്ത വീഡിയോ കേട്ടോ. വെള്ളിയാഴ്ച ഓഫുള്ള ദിവസം ആയതുകൊണ്ട് താമസിച്ചെണീറ്റ് മന്ദഗതിയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എൻ്റെ. അല്ലെങ്കിൽ ചക്രശ്വാസം വലിക്കും ഞാൻ ഈ സമയം രാവിലെ കിടന്ന്. കാരണം എല്ലാവർക്കും പോകണം, എനിക്ക് പോകണം, ഡേ കെയറിൽ പോകണം, ആമിക്കുട്ടിക്ക്. അങ്ങനെ തിരക്കുകളാണ്. വെള്ളിയാഴ്ച ഒരു ദിവസം മാത്രം ശാന്തമായി പതുക്കെ ഇങ്ങനെ ദോശയൊക്കെ ചുട്ടുമ്പോൾ എനിക്കിങ്ങനെ കട്ടൻ കാപ്പിയൊക്കെ ഊതി കുടിക്കാൻ ഇഷ്ടം. നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഇഷ്ടമുണ്ടോ കുടിക്കാൻ? അങ്ങനെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് മസാല ദോശയൊക്കെ കഴിച്ച് തലയ്ക്കൊരു മത്ത് പിടിച്ച് കിടന്നില്ല കേട്ടോ. കുറച്ച് നേരം ഇതിലൂടെ കിടന്ന് ഉച്ചയ്ക്ക് പിന്നെ അടുത്ത പണി. അടുത്തത് ഉണക്കക്കപ്പയും മീൻ കറിയും മീൻ വറുത്തതും വന്നു. എനിക്കറിയില്ല കേട്ടോ, എല്ലാ നാട്ടിലേക്കും ഉണക്കക്കപ്പ അങ്ങനെ ഉണ്ടോ. എനിക്ക് തോന്നേ ഈ ആലപ്പുഴ ആ ഭാഗത്തേക്കൊക്കെ ഉണക്കക്കപ്പയൊക്കെ കാണാൻ കുറവായിരിക്കും. ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ ഉണക്കപ്പ, പച്ചക്കപ്പ പുഴുങ്ങി ഉണക്കലാക്കി വെക്കുന്നത്. അത് പച്ചക്കപ്പയുടെ സീസൺ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ പ്രദേശത്ത് എല്ലാവരും പിന്നെ ഉണക്കപ്പ. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പച്ചക്കപ്പ തീർന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പച്ചക്കപ്പ ഉണ്ടാവുന്നോളം വരെ ഉണക്കക്കപ്പ തന്നെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇങ്ങനെ ചക്കയും കപ്പയും അല്ലാതെ വേറൊന്നും വീട്ടിലൊന്നും എൻ്റെ കുഞ്ഞിലൊന്നും ഉണ്ടാക്കണേ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ക്രിസ്മസോ ഈസ്റ്ററോ ഒക്കെ വരുമ്പം